നമസ്കാരം. ദുരന്തം ഒരു മഹാഭയങ്കരം, നാടും വീടും വിറകൊള്ളുന്ന കാലം തെറ്റിയെത്തിയ മഹാമാരി പ്രളയമായും ഉരുൾപൊട്ടലായും ഒരു ദേശത്തെ ഒന്നാക്കി വിറപ്പിച്ച ഈ അവസരത്തിൽ ദുരന്തത്തിൻ്റെ തീച്ചുളയിലേക്ക് എറിയപ്പെട്ട എത്ര ജന്മങ്ങൾ. ഇതാ അവരുടെ ഓർമ്മകൾക്ക് ഒരു പിടി കണ്ണുനീർ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. അല്ല ചപ്പുള്ളാൻ പോകുമ്പോൾ ആ സരസ്ന്ന് ബല്യാന്ന് മൂപ്പരോട് പറയട്ടോ, നമ്മളെ പെണ്ണാണ്ട കൂട്ടുരൻ്റെ പോലും നേരത്തെ ഉണ്ട് പറഞ്ഞാട്ടാ. നോക്കിയെന്ന് ഇതിപ്പോൾ എന്ത് പറയാനാ, ഈ പെരുമയത്ത് ആര് പണിക്കിറങ്ങാനെന്നാ നിങ്ങളിപ്പോൾ പറയണേ? സ്കൂളോ ഇല്ല, ആ പോയാകെ കണ്ടില്ലേ, ഞാൻ നമ്മളെ സ്കൂൾ മുറ്റത്ത് വരെ എത്തി. ആ യസ്മാസ് അത് കണ്ട മൂപ്പത് സൈക്കൂല. സ്കൂള് അതുപോലെ നോക്കണ ഒരു മനസ്സിനല്ലത്. സൈന ചെന്തോക്കിക്കുക, ആ ചെക്കത വെള്ളത്തിൽ കളിക്കണ് കളിപ്പോട ഹിമാറ. അല്ല അസ്യ, മൂപ്പര് ഇന്നലെയല്ലേ നാട്ടിലേക്ക് പോയത്? മൂപ്പരെ പെണ്ണുങ്ങളമ്മ മയ്യത്തായിട്ട് കാണാൻ പോയതാ. 2 ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന് പോയപ്പോ പറഞ്ഞീനി. അസിത, നിങ്ങൾ എന്താ കെട്ടിയോളും ഇത്ര മാത്രം കഥ പറഞ്ഞു നിൽക്കണേ? എന്തൊരു അലാക്കിലെ മയ. ഇച്ചിരി കപ്പിയും മീനും വാങ്ങിയ നമുക്ക് എല്ലാവർക്കും വെച്ചിരുന്നു. നല്ല കതർക്കാ. ആ പുതുമാറിൽ ഉള്ളൊട്ടിയിട്ട് 5 കൊല്ലായില്ലേ. എൻ്റെ പഠിച്ചോനെ, ഈ മഴ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു. ഇനി അതുപോലത്തെ ഒന്ന് ഉണ്ടാവാതിരിക്കണുണ്ട് റബ്ബേ. മയത്ത് കയറി പോടാ, അണ്ടൊരു വണ്ടി ഓടിച്ചളി. പെരുമയത്തെ അല്ലെ തന്നെ നാട് മൊത്തം പനിയുടെ ദോശ. ആശുപത്രി പോയി കിടക്കണമെങ്കിൽ മഴ കയറി പോയിക്കോ. നീ പറഞ്ഞത് ശരിയാക്കാതെ വെള്ളം കയറി പാലം വരെ എത്തി. മണ്ണിനക്ക് എന്തോരം വ്യത്യാസമുള്ള പോലെ മേലെ നിന്നൊരു പൊട്ടലും ചീറ്റലും കേൾക്കുന്നുണ്ട്. വേഗം ഇവിടുന്ന് മാറുന്നതാ നല്ലത്. ഐഷു, നിനക്ക് കിടക്കാനായില്ല? നട്ടപ്പാതിരൊക്കെ എൻ്റെ TV ആണല്ലേ. ഉമ്മ പോട്ടല്ലേ ഉമ്മ, റിമോട്ട് ഇങ്ങത്താ അമ്മ. കോമഡി സ്റ്റാർസിൻ്റെ ലാസ്റ്റ് ഭാഗം ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഉപ്പൊടിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, +2 ആ പെണ്ണേ, മറക്കണ്ട. അമ്മ ഇതൊരു കരച്ചില്. അമ്മ പേരെയൊക്കെ കൊല്ലുന്നുണ്ടല്ലോ, അമ്മക്ക് പേടിയാവുന്നു. ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ, ഉരുളോട്ടുന്നേ. ബഷീറേ, നിങ്ങൾ ആ പള്ളിയിനടുത്ത് ഓടിക്കോളി. മരാനെടുത്തി കയറി വന്നെടുത്തി എൻ്റെ കൈ പിടിച്ച് കയറി. വെള്ളം വരുന്നേ, ഓടി രക്ഷപ്പെട്ടോ. ഓണ പച്ചനിഴ മണ്ണും കല്ലും വീണെടുക്കുന്നോണ്ട് ഓടാൻ പച്ചനിഴ. നമസ്കാരം. പ്രദേശ് ഒരു നാടിനെ നടുക്കിയ ഉരുൾപൊട്ടലിൽ ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ 50ഓളം പേരുടെ മൃതദേഹം കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇപ്പോഴും മഴ ശക്തിയായി തന്നെ തുടരുന്നു. പുഴയിൽ നല്ല കുത്തിയൊഴുക്കുന്നതിനാൽ മുഴക്കരയിൽ എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദുരന്തത്തിൻ്റെ വ്യാപ്തി അറിയാനും കഴിഞ്ഞിട്ടില്ല. കൂടുതൽ തിരച്ചിൽ നടത്തുന്നതിനായി ഒരു പാലത്തിൻ്റെ ആവശ്യമുള്ളതിനാൽ ബദൽ പാലം നിർമ്മിക്കാനുള്ള തന്ത്രപ്പാടിലാണ് സൈനികർ. നമസ്കാരം നന്ദന, ഞാനിപ്പോൾ ദുരന്തത്തിൻ്റെ 4ാം നാൾ ക്യാമ്പിലാണുള്ളത്. കേൾക്കാൻ കഴിയില്ല അവരുടെ ഉള്ളിൽ പൊട്ടുന്ന വാക്കുകൾ. മോളെ, ഞങ്ങൾക്ക് ഇനി ആരാ ഉള്ളത്? ഞങ്ങളെല്ലാം പോയി. ഞങ്ങൾ എങ്ങനെയാ ജീവിക്കുക? സ്വർഗം പോലുള്ള ഞങ്ങളുടെ നാടാ ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാണ്ടായി. ഞങ്ങൾ ഇനി ആരാ സഹായിക്കുക? ചേവരും ഉടയവരും നഷ്ടപ്പെട്ട ഞങ്ങളെ ഇനി എങ്ങനെയാ ജീവിക്കുക? പറ, നിങ്ങൾ പറ, ഞങ്ങളെ ആരാ സഹായിക്കുക? അതെ, ആർക്കാണ് ഇവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുക? തിരിച്ചു കിട്ടാത്ത ജീവിതം പുനഃസൃഷ്ടിക്കാൻ നമുക്കും നമ്മുടെ നാടിനും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും ഇവരുടെ കരം പിടിച്ചുയർത്താൻ ഒപ്പം ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.